സ്വപ്ന സുരേഷ് കഴിഞ്ഞാൽ പിണറായിയെ കിടുകിട വിറപ്പിക്കുന്ന ഒരാളാണ് മറിയക്കുട്ടി. പിണറായി ഇത്രത്തോളം ഒരാളെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറിയക്കുട്ടിയെ മാത്രമായിരിക്കും. മറിയക്കുട്ടി എന്തു പറഞ്ഞാലും പിണറായി തിരിച്ചൊന്നും പറയില്ല. അത്ര ഭയമാണ് മറിയക്കുട്ടിയെ. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ നാളെ സർക്കാർ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയരുത്. ഏതെങ്കിലും ആഘോഷം സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉയർത്തിയിട്ടുണ്ട്. മറിയക്കുട്ടി VIP ആണെന്നും പെൻഷൻ നൽകാനായില്ലെങ്കിൽ 3 മാസത്തെ ചിലവ് ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ 87-കാരി ഇടുക്കി 200 ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി സർക്കാരിന് തലവേദനയാവുകയാണ്. 5 മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. മരുന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത്. മാസാമാസം ലഭിക്കുന്ന 1600 രൂപയിൽ നിന്നുമാണ് മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. 3 മക്കളാണുള്ളത്. അവർ പല സ്ഥലങ്ങളിലാണ് താമസം. പെൻഷൻ തുകയിൽ നിന്നാണ് ചിലവുകൾ നടന്നിരുന്നത്. കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയുന്നത്. അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകാനായി നിർദ്ദേശിക്കാം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം. മറിയക്കുട്ടി ഹർജിയിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യ സെസ് പിരിക്കുന്നുണ്ട്. ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകിയാൽ മതിയായതാണ്. പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം. ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം. യാതനാ സമരം നടത്തിയതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയുണ്ടെന്ന ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി. തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ വാർത്തയിൽ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചു. മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരയിടവും ഇളയ മകൾ പ്രിൻസിയുടെ പേരിലുള്ളതാണ്. ഈ മകൾ വിദേശത്തു നിന്നാണ് രീതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത പിശകാണെന്നും ഖേദപ്രകടനത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും മറിയക്കുട്ടി പിണറായിയെ വിറപ്പിക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളും നടത്താൻ പിണറായിക്ക് പണമുണ്ട്. പിന്നെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കാൻ എന്തുകൊണ്ട് പണമില്ല എന്ന് പറയുന്ന കോടതിയുടെ ചോദ്യവും പിണറായിക്ക് തിരിച്ചടി തന്നെയാണ്. എന്തായാലും കഷ്ടകാലം കൊണ്ടേ പോകൂ എന്ന് പറയുന്ന അവസ്ഥയാണ് പിണറായി വിജയൻ ഇപ്പോഴുള്ളത്. എല്ലായിടത്തു നിന്നും തിരിച്ചടികൾ മാത്രമാണ്. ഒപ്പം മറിയക്കുട്ടി വകയും.